ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. നമ്മൾ ഒരേ ബസ്സിലോ ട്രെയിനിലോ തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്ത ആളുടെ മുഖം പോലും അടുത്ത നിമിഷം മറന്നു പോകാറുണ്ട് അല്ലേ? എന്നാൽ ഇതേ പ്രപഞ്ചം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും. പതിയെ പതിയെ നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായി അവർ മാറും. എന്തുകൊണ്ടാണ് ചില മനുഷ്യർ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്രയേറെ ആഴത്തിൽ കടന്നു വരുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? മനഃശാസ്ത്രം ഇതിനെ വെറും ഒരു യാദൃശ്ചികതയായിട്ടല്ല കാണുന്നത്. ഇതിന് പിന്നിൽ യൂണിവേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തിരക്കഥയുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. സൈക്കോളജിയിൽ മിറർ റിഫ്ലക്ഷൻ എന്നൊരു ആശയമുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ മനസ്സിൻ്റെ പ്രതിഫലനങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ ഒരു സിനിമയായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിലെ കേന്ദ്ര കഥാപാത്രം നമ്മൾ തന്നെയായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ പുറത്തു കൊണ്ടുവരാൻ യൂണിവേഴ്സ് അയക്കുന്ന കഥാപാത്രങ്ങളാണ്. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളെ സ്നേഹം കൊണ്ട് മൂടാനായിരിക്കും. എന്നാൽ മറ്റു ചിലരോ ഒരു വഴിപോക്കനെ പോലെ വന്ന് നമ്മൾ തളർന്നു നിൽക്കുന്ന ഒരു നിമിഷത്തിൽ ഒരു വാക്കുകൊണ്ട് ഒരു പ്രത്യാശ തന്നിട്ട് പെട്ടെന്ന് അപ്രതീക്ഷയാവും. അവരാരും വെറുതെ വന്നവരല്ല. ആ നിമിഷത്തിൽ നമ്മുടെ മനസ്സിന് അവരെ ആവശ്യമായിരുന്നു. പക്ഷേ എല്ലാ ബന്ധങ്ങളും ഒരുപോലെ മനോഹരമായിരിക്കുമോ? ഇല്ല. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് വലിയ വില്ലന്മാരായിട്ടാണ്. നമ്മൾ ജീവനേക്കാളേറെ വിശ്വസിച്ചവർ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം പങ്കുവച്ചവർ. അവർ നമ്മളെ വഞ്ചിച്ചിട്ട് കടന്നു പോകുമ്പോൾ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു ശൂന്യതയുണ്ടാവും. അതൊരിക്കലും വാക്കുകൾ കൊണ്ട് പറയുന്നതിന് അപ്പുറമാണ്, അല്ലേ? നമ്മളോട് അത്രയേറെ അടുപ്പം കാണിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ചതിച്ചിട്ട് പോയ ആ വില്ലന്മാർ തന്ന മാനസിക ആഘാതം വളരെ വലുതായിരിക്കും. പക്ഷേ സൈക്കോളജിക്കലായി നോക്കിയാൽ അവിടെയാണ് നിങ്ങളുടെ ഇമോഷണൽ റെസിലിയൻസ് ജനിക്കുന്നത്. പ്രതിസന്ധികൾ തകരാതെ പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ മനസ്സ് പഠിക്കുന്നത് ആ മുറിവുകളിൽ നിന്നാണ്. ആ വില്ലന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത്രയും കരുത്തുള്ള ഒരു മനുഷ്യനായിട്ട് മാറില്ലായിരുന്നു. ആ ചതിയിലൂടെ പ്രപഞ്ചം നിങ്ങളെ പഠിപ്പിച്ചത് മറ്റാരെക്കാളും മുന്നേ നിങ്ങളെ തന്നെ സ്നേഹിക്കണമെന്ന് കൂടിയാണ്. സെൽഫ് ലവ്. ഈ മുറിവുകളിൽ നിന്ന് പുറത്തു കടക്കാൻ മനഃശാസ്ത്രം പറയുന്നൊരു വഴിയുണ്ട്, കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ്. അതായത് നമ്മുടെ ചിന്തകളുടെ ഫ്രെയിം മാറ്റുക. അയാൾ എന്നെ ചതിച്ചു, എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് ചിന്തിച്ച് ഇനിയും കണ്ണീരൊഴുക്കരുത്. പകരം ആ നെഗറ്റീവ് അനുഭവം എന്നെ ജീവിതത്തിലെ വലിയൊരു പാഠം പഠിപ്പിച്ചു, എന്നെ കൂടുതൽ ശക്തനായൊരു മനുഷ്യനാക്കി മാറ്റി എന്ന് ചിന്തിക്കാൻ തുടങ്ങുക. നമ്മുടെ ജീവിതത്തിൽ വന്ന നല്ല മനുഷ്യരും നമ്മളെ വേദനിപ്പിച്ച മനുഷ്യരും പ്രപഞ്ചം കൃത്യമായ പർപ്പസോടെ അയച്ചവരാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തതയുണ്ടാകും. നമ്മളെ മുറിവേൽപ്പിച്ചവരോട് പോലും ദേഷ്യത്തിന് പകരം നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കും. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ആരും വെറുതെ കടന്നു വരുന്നില്ല. ഒന്നുകിൽ അവർ നമുക്കൊരു നല്ല ഓർമ്മയായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു പാഠമായിരിക്കും.